അപ്പിനെന്ത് ചെയ്യും? അതിനാണ് വക്കീലിനെയും കൂട്ടി സ്റ്റേഷനിൽ പോയി അതിനാണിപ്പോ വക്കീലിനെയും കൂട്ടി സ്റ്റേഷനിൽ പോയേക്കണത്. അപ്പിനി എന്ത് ചെയ്യും? അതിനാണിപ്പോ വക്കീലിനെയും കൂട്ടി സ്റ്റേഷനിൽ പോയേക്കണത്. എന്ത് ചെയ്യാവോ മണ്ണത്തോടെ നോക്കാനായിട്ട്. അതിന്റെ ഇടയ്ക്കാണ് നിന്റെ ഇന്റർവ്യൂ. എന്നിട്ട് പോടാ. അല്ല അപ്പൊ ഇന്റർവ്യൂ കിട്ടൂലേ? പിന്നെ കിട്ടും. എന്ത് ചെയ്യുന്ന ഒരു നടപടി ഇല്ലാതിരിക്കുമ്പോഴാണ് നിന്റെ ഇന്റർവ്യൂ ആയിട്ട് വന്നത്. ചെല്ലാൻ നോക്ക് നീ. ശരിയെന്നാ ഓക്കെ കേട്ടോ. ഇതിപ്പോ അതിന്റെ ഇടയ്ക്കാണ് നിന്റെ ഇന്റർവ്യൂ. നീ പോവാൻ നോക്കിയേ. ശരി ചെല്ല്. അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, പാലക്കാട് പോകുമ്പോ എന്നെ കൂട്ടും? എന്തിനാ? അല്ല കുറച്ച് റീൽസ് ഒക്കെ എടുത്ത് വൈറലാക്കാൻ. ഒന്ന് പോയടാ ഞാൻ. ആക്ഷൻ നീ ഇവിടെ ഇല്ല, കാർത്തുമല ഇല്ല. ഓക്കെ. ഞാനൊരു ഓൺലൈൻ ചാലിന്ന് കാർത്തികേയ മുതലാളി വരാൻ പറഞ്ഞിരുന്നു. കാർത്തിക മുതലാളി ഇവിടെ ഇല്ല. പുള്ളിന്ന് കിട്ടുന്നില്ല ഇപ്പൊ ഒന്നും. എവിടെ പോയി? പുള്ളി ഹോസ്പിറ്റലിലാണ്. ഈ പുള്ളിക്കാരിയില്ല ഫ്രെയിമിലുണ്ടോ? ഇല്ലടാ. ഒരു സ്പോൺസർഷിപ്പിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളി ഹോസ്പിറ്റലിൽ അതൊന്നും നടക്കൊന്നുമില്ല. അല്ല അത് മാത്രല്ല, ഒരു ഇന്റർവ്യൂ തരാന്ന് പറഞ്ഞു. ആ ബെസ്റ്റ്. പുള്ളി അപ്പൻ പാറ്റ് കളിക്കൽ വെച്ചു കിട്ടോ. മുതലാളി ഹോസ്പിറ്റലിലാന്ന്. മുതലാളി ഹോസ്പിറ്റലിലാ? കാർത്തിക മുതലാളി അപ്പം പണ്ട് കരിക്കല് വാറ്റൊഴിച്ചടിച്ചെന്നും പറഞ്ഞിട്ട് ഇപ്പൊ വോഡ്കയില് കരിക്കൊഴിച്ചടിച്ച് വയറിളി പോയില്ലേ. ഹോസ്പിറ്റലാണ് കംപ്ലീറ്റ്. എന്റെ മൂത്തു കാർത്തിക മുതലാളി പണ്ടപ്പൻ കരിക്കല് വെച്ച് വാറ്റടിച്ചെന്ന് വിചാരിച്ച് ഇപ്പൊ വോഡ്കയില്. അരിപഴി കഴിവൊരു പുറക്കണ്ടവര് കണ്ടിന്യൂ. കാർത്തിക മുതലാളി പണ്ടപ്പൻ കരിക്കലൊഴിച്ച് വാറ്റടിച്ചിരുന്ന പുള്ളി അത് കണ്ട് ഇപ്പൊ വോഡ്ക കരിക്കലൊഴിച്ചടിച്ചു. വയറിളകി ഹോസ്പിറ്റലാണ്. പിഴിഞ്ഞെടുത്തില്ലേ. ആകെ മൊത്തം അലമ്പായി. കൊടുക്കത്തെ ബില്ല് വന്ന് പോരാത്ത മറ്റേ ജാനകിയില്ലേ, അവളുടെ ഹോസ്പിറ്റൽ തല്ലി തകർത്ത്. ഞാനാ വീഡിയോ എടുത്ത് വൈറലാക്കിയത്. ന്യൂസ് അടിച്ചത് നിന്റെയൊക്കെ കാരണം ഉണ്ടല്ലോടാ. ഹോസ്പിറ്റലിൽ ഞങ്ങളെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തേക്ക് അസോസിയേഷൻ പ്രശ്നമായില്ലേ. അത് ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിലും പോയേക്കാണ്. എപ്പോ വരും? അതല്ല ഇപ്പൊ പോലീസ് സ്റ്റേഷനിലാണെന്നോ അപ്പൊ പോലീസ് സ്റ്റേഷനില അല്ല, വക്കീലായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കേ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ തല്ലി തകർത്ത കാരണം ജില്ല വിട്ട് പുറത്തു പോകാൻ പറ്റില്ല. അതാണ് ഉത്തരവ്. അപ്പൊ എന്തുപറ്റി? എന്റെ മോനെ മറ്റേ രാജേന്ദ്രനില്ലേ, അവരുടെ നടേശനും പിള്ളേരും. അപ്പൊ പിന്നെ പാലക്കാട് പോണം. പാലക്കാട് എന്താ കാര്യം? നമ്മുടെ രാജേന്ദ്രനല്ലേ, ആ നടേശനും പിള്ളേരായിട്ട് തല്ലാൻ വന്ന സംഭവം അറിഞ്ഞില്ലേ? അന്ന് നമ്മുടെ കാർത്തികേയ മുതലാളി അവനെ അളിയാന്ന് വിളിച്ചു. ആ സമയത്ത് അവൻ എന്ത് ചെയ്ത്, നീ ഏത് വകുപ്പിലാണ് അളിയാന്ന് ചോദിച്ചിട്ട് ഞാൻ നിനക്ക് അളിയാന്നുള്ള സാധനം തിരിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ആ കാർത്തികേയ മുതലാളി പറഞ്ഞ് അത് ശരിയാണല്ല, എനിക്ക് പെങ്ങന്മാരില്ലെന്ന് കെട്ടിച്ചേരാനായിട്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാ, പാലക്കാടുള്ള ശാരദേച്ചിയുടെ മകൾ ചുങ്കത്തുള്ളത് കനകറാണി, അവളെ നിനക്ക് കെട്ടിച്ചേരാന്ന് പറഞ്ഞു. ഇവൻ പോയി പിന്നെ കനകറാണിയെ തപ്പി ഇൻസ്റ്റയില് റീല് കണ്ട് ടിക്ടോക്ക് കണ്ട് മുടിഞ്ഞ പ്രേമമായി. കനകറാണിനെ കെട്ടണമെന്നും പറഞ്ഞ് വീടിനെ പഠിക്കുന്നു മാറണില്ല. ജില്ല വിട്ട് പുറത്തു പോകാൻ പറ്റില്ലല്ലോ. എടാ ഉത്തരവാദല്ലേ. അപ്പൊ അത് കാരണം വക്കീലിനെയും കൂട്ടിയിട്ട് സ്റ്റേഷനിൽ പോയേക്കേ. എപ്പോ വരുമെന്ന് അറിയാൻ പാടില്ല. വന്നാ വന്ന്. അല്ല അപ്പൊ ഇന്റർവ്യൂ വെച്ചിട്ട് പറ. ഈ സമയത്ത് അവിടെ ഇന്റർവ്യൂ വെച്ചോണ്ട് അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ. അല്ല നിങ്ങൾ പാലക്കാട് പോകുമ്പോ എന്നെയും കൂട്ടു? എന്തിനാ? അല്ല ഒരു റീൽ എടുക്കാൻ. നിനക്ക് ഒരു 1 മില്യൺ കിട്ടിയത് പോരല്ലേ? എല്ലാത്തിനും നീലും കുത്തിക്കേറി വരും.